കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞത്, സാറേ മോൾക്ക് മിഡ് ടേം എക്സാം ആയിരുന്നു, അതിനുവേണ്ടി ഞാൻ അവളെ ഭയങ്കരമായിട്ട് രാത്രി 10:30 വരെ ഇരുത്തി പഠിപ്പിച്ചു. എന്നിട്ട് സ്കൂളിൽ വിട്ടു. തിരിച്ചു വന്നപ്പോൾ അവൾ പകുതിയും എഴുതാതെയാണ് വന്നത്. സാറേ ഈ കൊച്ച് എന്താ ഇങ്ങനെ? ഞാൻ ചോദിച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് തന്നെ അറിയത്തില്ല. ഈ ആങ്സൈറ്റി ഉള്ള അമ്മമാരല്ലേ, ആങ്സൈറ്റി ഉള്ള പേരൻസ് മക്കളെയൊക്കെ വളരെ നേരത്തെ തന്നെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കും, ഒരു സംശയവും വേണ്ട. നമുക്ക് ഇത്രയൊന്നും ആങ്സൈറ്റി കുട്ടികളോട് കാണിക്കരുത്. ഈ കുട്ടികൾക്ക് അതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. കുട്ടികളെ സംബന്ധിച്ച് അവർ ചെറിയ ക്ലാസ്സിൽ ഒരു 4ാം ക്ലാസ് വരെയെങ്കിലും ധാരാളമായിട്ട് കളിക്കുകയും സന്തോഷത്തോടൊക്കെ പഠിക്കുകയും അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. കളികളിലൂടെയാണ് അവർ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കേണ്ടത്. സ്വന്തമായി പലതും ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു, എക്സ്പെരിമെൻ്റ് ചെയ്തു ഒക്കെയാണ് അവർ പല കാര്യങ്ങളും പഠിക്കുക എടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നടക്കുന്നത്. അവരെ അങ്ങ് പിടിച്ചിരുത്തി ഭയങ്കരമായിട്ട് പഠിപ്പിക്കുക, സ്കൂളിലും പഠിപ്പിക്കുക, വീട്ടിലും പഠിപ്പിക്കുക. ഈ കുട്ടികളൊക്കെ മേളോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡിഫോമിറ്റി ഉള്ള കുട്ടികളായിട്ടൊക്കെ ആയി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ഇത് പേരൻസ് ആങ്സൈറ്റി ഉള്ളവരാണെങ്കിൽ, പേരൻസ് എന്തൊക്കെയോ നഷ്ടങ്ങൾ എല്ലാം മക്കളിലൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ദയവ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് കുട്ടികളെ നശിപ്പിക്കും. കുട്ടികളോട് വളരെ ക്ഷമയോട്, സ്നേഹത്തോട്, സന്തോഷത്തോട്, ഒരു 4ാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയൊക്കെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് 1 മണിക്കൂറിൽ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതിനപ്പുറമൊന്നും സ്കൂളും അവരെ ലോഡ് ചെയ്ത് വിടരുത്. സ്കൂളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേരൻസുമായിട്ട് ഹെൽത്തി ഹാപ്പി ടൈമാണ് കുട്ടികൾക്ക് വീട്ടിൽ വേണ്ടത്. അല്ല, ഇത് വീട്ടിൽ യുദ്ധമാണ്. അമ്മ കുട്ടിയെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്നു, ഉടനെ അച്ഛൻ അതിനകത്ത് ഇടപെടുന്നു, ഗ്രാൻഡ് പേരൻസ് ഇടപെടുന്നു, വലിയ മൂന്നാലോക മഹായുദ്ധം. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ്?